Hey guys, എൻ്റെ പേര് സജിൽ ലത്തീഫ് and welcome back to my YouTube channel സജിൽസ് ടെക് സെന്റർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏകദേശം ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ ഇതിന് പറയാം. ഇതിന്റെ പേരാണ് steemit.com. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ്, സാധാരണ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു പോസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സെയിം അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റീമിറ്റ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ സ്റ്റീമിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റിനും അതിൽ കിട്ടുന്ന ലൈക്കിനും അപ്വോട്ടിനും എല്ലാം നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട്, അതായത് സ്റ്റീമിറ്റ് ഡോളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റീമിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം അതിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഒരു ഇമേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ എന്തും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കോപ്പിറൈറ്റുള്ള ഇമേജോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കളയും. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ ലൈക്ക് pixabay.com എന്ന് പറയുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അതുപോലെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് ഫ്രീ ആയിട്ട് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ. അതുമല്ല, നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം, നല്ല ഫോട്ടോസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ചെറിയൊരു ടെക്സ്റ്റ്, ഒരു ആർട്ടിക്കിൾ പോലെ നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. മിനിമം ഏകദേശം ഓരോ പോസ്റ്റ് നിങ്ങൾ ഒരു ദിവസം ഇട്ടാൽ മതി. ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ആയും നിങ്ങളുടെ അക്കൗണ്ട്. സോ ഒരു ദിവസം ഒരു പോസ്റ്റ് മാത്രം യൂസ് ചെയ്യുക. കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നോക്കുക അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഓരോ ആളുകൾ ആ പോസ്റ്റ് കണ്ട് ലൈക്കോ അല്ലെങ്കിൽ വോട്ടോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് $ഡോളേഴ്സ് ആയിട്ട് കയറും. ഈ $ഡോളേഴ്സ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഇത് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റീമിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ പോലൊരു വിർച്വൽ കറൻസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 4 പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ഈ സ്റ്റീമിറ്റ് ഡോളേഴ്സ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഏൺ ചെയ്യാം. അതിനുശേഷം സ്റ്റീമിറ്റ് ടു ബിറ്റ്കോയിൻ ആയിട്ട് നമ്മൾ മറ്റൊരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ബിറ്റ്കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള മിക്ക രാജ്യങ്ങളിലും ബിറ്റ്കോയിൻ സാധാരണ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഡയറക്റ്റ് ബിറ്റ്കോയിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ മറ്റൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യണം. ബിറ്റ്കോയിൻ ടു ഇന്ത്യൻ റുപ്പിയോ $ഡോളേഴ്സോ കൺവേർട്ട് ചെയ്യാൻ റെമിറ്റാനോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ബിറ്റ്കോയിൻ ആക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ ലോക്കൽ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. റെമിറ്റാനോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഈ ഏൺ ചെയ്യുന്ന സ്റ്റീമിറ്റ് കൺവേർട്ട് ചെയ്ത ബിറ്റ്കോയിൻ നമ്മൾ ഇതിൽ വിൽക്കാനിടാം. ഈ റെമിറ്റാനോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ടാൽ അപ്പോൾ തന്നെ സെല്ലായി പോകും. ഇൻസ്റ്റന്റ് ആയിട്ട് സെല്ലായി പോകുന്ന ഒരു വെബ്സൈറ്റാണ്. റേറ്റ് കൂടുന്നതനുസരിച്ച് കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. ഇപ്പോൾ നല്ലൊരു റേറ്റ് ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് സെല്ലായി പോകും. ഉടനടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോക്കൽ കറൻസി ആയിട്ട് പൈസ വരികയും ചെയ്യും. സോ ഈ സ്റ്റീമിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇന്ത്യയിൽ അധികം പ്രചാരമില്ലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ഇത് മാത്രം യൂസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അവരെടുക്കുന്ന ഫോട്ടോസും ചെറിയൊരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. $200-300 വരെ ഒരേ പോസ്റ്റിന് ലഭിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിനെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ വെബ്സൈറ്റ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് steemit.com. ഇതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പോസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നമ്മളിപ്പോൾ ഒരു സാധാരണ പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിലും നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും $152.75 എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു കണ്ടന്റ് റൈറ്റർ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരുപാട് ആർട്ടിക്കിൾസ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ റാങ്കിങ്ങും ഉണ്ടാവും, ഫോളോവേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 12 മണിക്കൂറിനുള്ളിൽ ഈ $152 ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വോട്ട്സ് ആണ്. വോട്ട് ചെയ്യുകയാണ് ആളുകൾ. ലൈക്ക്, ഇപ്പോൾ നമ്മൾ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ 12 ഹവേഴ്സിനുള്ളിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് $152.75 ആണ്. നിങ്ങൾക്ക് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും പെൻഡിങ് പേ ഔട്ട് $152.75. അതുപോലെ തന്നെ ഇതിൽ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്.
ഇതെല്ലാം SP എന്ന് പറയുന്നത് സ്റ്റീമിറ്റ് പവറാണ്. അതൊക്കെ നിങ്ങൾക്ക് വരും വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7 സെക്കൻഡ് ആയിട്ടുള്ളൂ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട്. ഇത് ചൈനീസോ മറ്റോ തൈവാനോ എന്തോ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും 20 സെക്കൻഡ്സ്, 23 സെക്കൻഡ്സ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഓരോ സെക്കൻഡ്സിലും. നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവർക്കെല്ലാം ഇപ്പോൾ $0 ആണ്, കാരണം മിനിറ്റുകൾ മാത്രമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ 7 വോട്ടും $0.06 ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ദിവസം കഴിയുന്തോറും ഏകദേശം $100-200 ഒക്കെ നേടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ട്രെൻഡിങ്ങിൽ വരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് വരുന്ന ഈ പോസ്റ്റിനൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതുപോലൊരു ടൈറ്റിൽ കൊടുക്കുക, ഒരു ഇമേജ് കൊടുക്കുക, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു ആർട്ടിക്കിൾ. ഇത് നിങ്ങൾക്കിപ്പോൾ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കോപ്പിറൈറ്റ് പ്രശ്നം വരും. ഇത് നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുക. അത്ര വലിയ ആർട്ടിക്കിളൊന്നുമില്ല, ചെറിയൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ, ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ആർട്ടിക്കിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി വെബ്സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിക്കുക, എന്നിട്ട് ജസ്റ്റ് റീറൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. അവരുടെ ഭാഷയിൽ സെയിം മീനിങ് വരുന്ന ടെക്സ്റ്റ് നിങ്ങളിതിൽ എൻ്റർ ചെയ്താൽ മതി. വലിയ ആർട്ടിക്കിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്, കാരണം നല്ല വരുമാനം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിക്കിളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളിൽ ചെന്നിട്ട് 10 ആർട്ടിക്കിൾ 20 ആർട്ടിക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. യൂണീക്ക് ആർട്ടിക്കിൾസ് $5 കൊടുത്താൽ അവരുടെ നിന്ന് ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്തിട്ട് ഇതിൽ വന്ന് പോസ്റ്റ് ചെയ്യുക. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു പോസ്റ്റ് ഒരു ദിവസം ഇട്ടാൽ മതി. ഓവറായിട്ട് നമ്മൾ ചെയ്താൽ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് എടുത്തു നോക്കാം. ഏത് ടൈപ്പ് പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൗ ടു മേക്ക് ആൽമണ്ട് മിൽക്ക് പ്ലസ് വീഡിയോ. ഇതിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും $30, 13 മണിക്കൂറായിട്ടുള്ളൂ. അതിനുള്ളിൽ $30 ഇദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതുപോലൊരു ടെക്സ്റ്റ് ഹെഡിങ്, ഹൗ ടു മേക്ക് ആൽമണ്ട് മിൽക്ക് പ്ലസ് വീഡിയോ ഫോട്ടോഷൂട്ട്. ഓക്കെ, ഇതുപോലെ 2-3 ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ ആൽമണ്ട് മിൽക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സെയിം യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ പിക്ചേഴ്സിൻ്റെ താഴെ ഇതുപോലെ ഒരു യൂട്യൂബ് വീഡിയോ, നിങ്ങളിപ്പോൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടെങ്കിൽ മറ്റുള്ളൊരു വീഡിയോ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ പാടില്ല, കോപ്പിറൈറ്റ് പ്രശ്നം വരും. നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോ, സ്ലൈഡ് ഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അപ്വോട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സാധാരണ ഇൻഗ്രീഡിയൻസോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിലെ ഡീറ്റെയിൽസ് ഓൺലൈനിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം കോണ്ടൻറ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കണം ആ റെസിപ്പി സെയിം ടെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബുക്കിലെ ടെക്സ്റ്റ് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് പോലെ തന്നെ ടൈപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയൊരു ഡീമെറിറ്റായിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ സൈനപ്പ് പ്രോസസ്സാണ്. ഇതിൽ ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഈ അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. അന്നൊന്നും ഇത്ര പോപ്പുലർ ആയിട്ടില്ലായിരുന്നു ഈ വെബ്സൈറ്റ്. അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ഔട്ടാക്കി കളഞ്ഞതാണ് ഈ വെബ്സൈറ്റ്. പക്ഷേ ഇപ്പോൾ വളരെ പോപ്പുലറുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു വെബ്സൈറ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കും വരുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഇവർ കുറച്ച് സ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ സൈനപ്പ് പ്രോസസ്സ്. ഏകദേശം ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സൈനപ്പ് ചെയ്തിട്ട്. ഞാനിപ്പോൾ ഒന്ന് സൈനപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈനപ്പ് ഫോർ ഫ്രീ 1 to 2 week ക്യൂ ഉണ്ട്. അതല്ലെങ്കിൽ പേ ടു സൈനപ്പ്. ഇത് നമ്മൾ ഒരു ബിറ്റ് കോയിനോ അതുപോലെ എന്തെങ്കിലും പേ ചെയ്തിട്ട് സൈനപ്പ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഫ്രീ എടുത്താൽ മതി. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു യൂസർ നെയിം കൊടുക്കുക.
ഓക്കെ, ദെൻ കണ്ടിന്യൂ. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇമെയിലിൽ ആ ഇമെയിൽ വാലിഡേഷൻ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലീസ് കൺഫേം യുവർ ഇമെയിൽ. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, യുവർ ഇമെയിൽ അഡ്രസ് ഹാസ് ബീൻ വെരിഫൈഡ്, ദെൻ കണ്ടിന്യൂ. ഇനി നമ്മുടെ കൺട്രി ഇവിടെ സെലക്ട് ചെയ്യുക, ഇന്ത്യ. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക, ദെൻ കണ്ടിന്യൂ. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യുക. ആ നമ്പർ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ വെരിഫിക്കേഷൻ SMS കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതിന് ഏകദേശം 1 മിനിറ്റാണ് ഇവർ പറയുന്നത്, പക്ഷേ അതിലും കൂടുതൽ ടൈം എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ റീസെൻ്റ് എന്നുള്ള ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത് 3 പ്രാവശ്യം പ്രസ് ചെയ്താൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം വന്നില്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. ഓക്കെ, അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവർ വെരിഫൈ ചെയ്യും. ഏകദേശം 1-2 ആഴ്ച പിടിക്കും അത് അപ്രൂവൽ ആകാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് അപ്രൂവൽ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ട്രാഫിക് കൂടുതലുള്ള കാരണം സമയമെടുക്കുന്നു. ഓരോ പോസ്റ്റിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ ഏൺ ചെയ്തിട്ടുള്ള ഡോളേഴ്സ്. ഇതിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ US ഡോളേഴ്സ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നതെങ്കിലും നമുക്ക് നമ്മളുടെ ലോക്കൽ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്നത് ഇത്രയും US ഡോളേഴ്സിൻ്റെ ഈ സ്റ്റീമിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ പോലെ തന്നെ ഒരു വിർച്വൽ കറൻസിയാണ് ഇപ്പോൾ. അപ്പോൾ ഈ സ്റ്റീമിറ്റാണ് നമുക്ക് ഈ ഇത്രയും ഡോളേഴ്സിൻ്റെ കിട്ടുന്നത്. ആദ്യം നമ്മൾ ഈ സ്റ്റീമിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വെബ്സൈറ്റിലിട്ടിട്ട് ബിറ്റ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള മിക്ക രാജ്യങ്ങളിലും ബിറ്റ് കോയിൻ നമുക്ക് എന്ത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ കുറച്ച് റൂൾസ് ഉള്ള കാരണം നമുക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ റെമിറ്റാനോ എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ ഈ ബിറ്റ് കോയിൻ സെല്ല് ചെയ്യണം. ബിറ്റ് കോയിൻ വാല്യൂ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ ക്യാഷ് വരികയും ചെയ്യും. സോ സ്റ്റീമിറ്റ് നമ്മൾ ബിറ്റ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം ബിറ്റ് കോയിൻ നമ്മളുടെ ലോക്കൽ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 3 പ്രോസസ്സ് കഴിഞ്ഞാലേ നമുക്ക് ലോക്കൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ. അതും നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇപ്പോൾ ഒരുപാട് കണ്ടൻറ് റൈറ്റേഴ്സായ ആളുകളെല്ലാം ഈ സ്റ്റീമിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല വരുമാനം ഇതിൽ ലഭിക്കുന്നുണ്ട്. നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് വോട്ടും കമൻസും അതുപോലെ തന്നെ ഡോളേഴ്സും ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ സ്റ്റീമിറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റീമിറ്റിൻ്റെ തന്നെ മറ്റൊരു കമ്പനിയുണ്ട്. യൂട്യൂബ് പോലെ തന്നെ മറ്റൊരു കമ്പനിയുണ്ട്, അവർക്ക് DTube എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതിൽ പക്ഷേ ഏൺ ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോ പോലെ ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് വ്യൂ ചെയ്യണം. 1000 വ്യൂസൊക്കെ കിട്ടിയാലേ $1 to $5 $6 ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ വ്യൂ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ വോട്ടോ ലൈക്കോ മുതലായ സംഭവങ്ങൾ ഷെയറൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ US ഡോളേഴ്സ് കിട്ടും. അതിലും പക്ഷേ സ്റ്റീമിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബിറ്റ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷമേ നമുക്ക് ലോക്കൽ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റുള്ള വീഡിയോ അപ്ലോഡിംഗ് വെബ്സൈറ്റുകളേക്കാൾ നല്ല വരുമാനം അതിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ റിവ്യൂവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊരു റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്യുക. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വന്നൊന്ന് സൈൻ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ SMS പ്രോസസ്സ് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന SMS കുറച്ച് ടൈം എടുക്കും. അപ്പോഴും പെട്ടെന്ന് നിങ്ങൾ റീസെൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ ഒരു ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് പിന്നെ റീട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെയിൽ ഒന്ന് കൺഫേം ചെയ്യാൻ മറക്കരുത്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇതിലെങ്ങനെ പോസ്റ്റുകൾ ചെയ്യുന്നു, അതുകൂടാതെ ഇതിൽ ഒരുപാട് ട്രിക്സ് ഉണ്ട്, ഏർണിംഗ് ട്രിക്സ് ഉണ്ട്. അതെല്ലാം ഞാൻ വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വീഡിയോ ക്രിയേഷൻ ട്യൂട്ടോറിയൽ, ആനിമേഷൻ ട്യൂട്ടോറിയൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ചെറിയൊരു ബേസിക് വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നാളെ ആയിരിക്കാം ഞാനൊരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ആനിമേഷൻ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന, ആനിമേഷനോ സ്ലൈഡ് ഷോ പ്രൊമോ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ്. അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം.
ഇപ്പോൾ ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഏകദേശം $497 എന്തോ പേ ചെയ്യണം. മന്ത്ലി ആണെങ്കിൽ $37 to $60 എന്തോ പേ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ആ സോഫ്റ്റ്വെയർ തരുന്നതാണ്. അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്, 2D വീഡിയോസ് സ്ലൈഡുകളുണ്ട് ഓരോ സെക്ഷനിൽ വരുന്നത്. അതെല്ലാം ഓരോ ഗീവ് അവേ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസിൽ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെല്ലാം. സോ 1000 സബ്സ്ക്രൈബേഴ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ ആയിട്ടൊന്നും തന്നില്ല എന്ന് വേണ്ട, ആ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.